മറ്റു ചില വാർത്തകളിലേക്ക് കടക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ പ്രതിയുടെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് എറണാകുളം കരുവേലിപ്പടി സ്വദേശിയും സിപിഐഎം തോപ്പുംപടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ നിതിനാണ്. ബോംബ് ഭീഷണി മുഴക്കിയ കരുവേലിപ്പടി സ്വദേശി നിതിൻ അറസ്റ്റിലായെന്ന പത്രവാർത്ത കണ്ട് നാട്ടുകാരും പാർട്ടിക്കാരുമെല്ലാം വിളിയോട് വിളിയാണ്. എന്നാൽ ആ നിതിൻ താനല്ലെന്ന് ഇനി ആരോടൊക്കെ പറയുമെന്ന ആശങ്കയിലാണ് നിതിൻ ഇപ്പോഴുള്ളത്. ശരിക്കും ബോംബ് ഭീഷണി മുഴക്കിയ നിതിൻ ആരാണെന്ന് നാട്ടുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് എറണാകുളം കരുവേലിപ്പടി സ്വദേശിയായ നിതിൻ പിടിയിലായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം തന്നെ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് കരുവേലിപ്പടിയിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും ഈ പ്രദേശത്ത് കട നടത്തുന്നതുമായ മറ്റൊരു നിതിനാണ്. ഇതിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് പിടിയിലായിരിക്കുന്ന നിതിനും നാട്ടുകാരെല്ലാം ഈ വാർത്ത കണ്ട് ഫോൺ വിളിക്കുന്ന നിതിനും രണ്ടാണ് എന്നതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ കുടുങ്ങിയിരിക്കുന്ന നിതിൻ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇത് ഇന്നലെ രാത്രി ലോക്കൽ ന്യൂസുകളൊക്കെ കണ്ടിരുന്നു, നിതിൻ പിടിയിലായെന്നും പറഞ്ഞ്. അത് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഇന്ന് രാവിലെ മുതൽ ഫോൺ കോളുകളുടെയും ആൾക്കാർ നിരന്തരമായിട്ട് വീട്ടിൽ അന്വേഷിച്ച് വരികയും ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ മലയാള മനോരമ പേപ്പറിൻ്റെ ഫ്രണ്ട്, ഞാൻ പേപ്പർ വരുത്തുന്ന ഒരു മനുഷ്യനല്ല, എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു ഫ്രണ്ട് പേജിൽ തന്നെ ഈ ന്യൂസ് വന്നേക്കുന്നതാണ്. കരുവേലിപ്പടി സ്വദേശി നിതിൻ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പാശ്ശേരി ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാനിവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്, കരുവേലിപ്പടി CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ തോപ്പുംപടി ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ്. അപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഒരാൾ പിടിയിലായിക്കഴിഞ്ഞാൽ അയാളുടെ പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേരോ മുഴുവൻ കൊടുക്കേണ്ടതിന് പകരം കരുവേലിപ്പടി സ്വദേശി നിതിൻ എന്നും മാത്രമാണ് കൊടുത്തത്. ഇപ്പോൾ രാവിലെ തുടങ്ങി തുരുതുരാ ഫോൺ കോളുകളും അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ചേട്ടൻ പാർട്ടിയുമായി ബന്ധപ്പെട്ടും പൊതുപ്രവർത്തന രംഗത്തും കടയും ഒക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും കരുവേലിപ്പടിയിലെ നിതിൻ എന്ന് പറയുമ്പോൾ താങ്കളായിരിക്കും എല്ലാവർക്കും അറിയുന്നത്. ഇപ്പോൾ ശരിക്കും പിടിയിലായിരിക്കുന്ന നിതിനെപ്പറ്റി നിങ്ങൾക്കോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇത് ഒരു ധാരണയുമില്ല, ഏത് വ്യക്തിയാണെന്നുള്ളൊരു ധാരണയുമില്ല. ഇപ്പോൾ എല്ലാവരും വന്ന് അന്വേഷിക്കുന്നത് ഞാനിപ്പോൾ എന്നെ വിളിക്കുന്നു, എൻ്റെ ഫാമിലിനെ വിളിക്കുന്നു, എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നു, എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണത്. അതിപ്പോൾ ഞാൻ ആദ്യം ഒരു തമാശയായിട്ട് 1-2 പേര് വിളിച്ചപ്പോൾ ഒരു തമാശയായിട്ട് എടുത്ത്, പക്ഷേ നിരന്തരമായ ഫോൺ കോളുകളും നിരന്തരമായിട്ട് ആൾക്കാർ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒന്ന് തിരുത്തൽ കൊടുക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ഇതിപ്പോൾ രാഷ്ട്രീയ രംഗത്തുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് പൊളിറ്റിക്കലി കൂടി ഈ വാർത്ത ഉപയോഗിക്കപ്പെട്ടേക്കാം. ഇത് ഇപ്പോൾ തന്നെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ സാധനങ്ങൾ ഈ വാർത്തകൾ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നാളെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സോഷ്യൽ മീഡിയകളൊക്കെ നിറഞ്ഞേക്കും. ഇത് നാളെ അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാനൊരു ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ വല്ല MDMAയോ വല്ല കഞ്ചാവോ സ്വർണ്ണോ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വീട്ടിലും ഓരോ ആൾക്കാരുടെ അടുത്ത് ചെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പം നമ്മളറിയാവുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് നേരിട്ട് ചോദിച്ചു, അറിയാൻ പാടാത്ത ആൾക്കാർ പല രീതിയിലും ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വാർത്തയിൽ വന്ന ഒരു പേരിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. നിതിൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, സ്ഥലപ്പേര് മാത്രമാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. വീട്ടുപേരോ കുടുംബത്തിൻ്റെ പേരോ മറ്റെന്തെങ്കിലും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നതാണ് ഇപ്പോൾ നിതിൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ കണ്ട നമ്മളോട് സംസാരിച്ച നിതിനല്ല, എന്തായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ നിതിൻ. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.